വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ രീതിയിൽ മുളപ്പിച്ചെടുത്ത ചെറുപയർ ഉപയോഗിച്ചിട്ടാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുള വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട്. ഇല ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ ഇല വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു പാകത്തിനുള്ള ചെറുപയർ വേണം ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ടത്. പിന്നെ നമ്മളിത് മണ്ണൊന്നും ഇടാണ്ട് മുളപ്പിച്ചതായതുകൊണ്ട് നമുക്കിതിൻ്റെ വേരും എടുക്കാം. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിപ്പോൾ ഇതൊരു 3/4 കപ്പ് ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് പിറ്റേ ദിവസം കാലത്ത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു 4 ദിവസത്തോളം വെച്ചിട്ട് ഒന്ന് മുളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇത് മുളപ്പിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാണ്ട് നോക്കണം. അപ്പോൾ നമ്മളൊരു പഴയ അരിപ്പയിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ജസ്റ്റ് ഹോൾ ഇട്ടിട്ടൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഐസ്ക്രീം പാത്രത്തിലൊക്കെ ഹോൾ ഇട്ടിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കില്ല. പിന്നെ ഇതിൻ്റെ പയർ ഒട്ടും ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഒരു ദിവസത്തിലൊരു 2-3 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നനച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നനച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മത് ഇലക്ക് വേണ്ടിയിട്ടല്ല, ഈ രീതിയിൽ തോരനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു 3/4 കപ്പ് പയർ തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് മുളപ്പിച്ചെടുക്കാം. ഇലക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കാന്നുണ്ടെങ്കിൽ ഒരു 3-4 പാത്രത്തിലാക്കി മാറ്റി ഒഴിച്ചിങ്ങായിട്ട് വേണം മുളപ്പിച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് കറക്റ്റ് ഇല റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പയർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഈ പയർ നന്നായിട്ട് തന്നെ കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയായിട്ട് ഇതുപോലൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മിക്സിയിലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അധികം പൊടിയാവാത്ത വിധത്തിൽ നമുക്ക് അടിച്ചെടുത്താൽ മതി. ഇപ്പം നമുക്കിത് കുക്ക് ചെയ്യാനുള്ള ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കൊരു ചെറിയ സബോള അരിഞ്ഞതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. അധികം വഴണ്ടി പോകേണ്ട സബോള. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പയർ ചേർത്തുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് മൂടിയായിട്ട് ആവി കയറ്റി വേവിക്കാം. പയർ അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം പയർ വേവിച്ചെടുക്കാൻ വേണ്ടി. എന്നാലേ കറക്റ്റായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത നാളികേരം ചേർത്ത് കൊടുക്കുക. അതും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് മൂടിയായിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് അധികം വെന്ത് പോകരുത്. പയർ ഈ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്